വേൾഡ് കപ്പ് ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ചു വരുന്നൊരു ടൈമാണ്. ഇനി വെറും 2 ദിവസം മാത്രമേ വേൾഡ് കപ്പിന് ബാക്കിയുള്ളൂ. ചർച്ചകളും അതോടൊപ്പം തന്നെ ചൂട് പിടിച്ചു വരുന്നുണ്ട്. സോ ഇന്ന് എൻ്റെ കൂടെ നിൽക്കുന്നത്, ഞാൻ അയാളെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ പറയേണ്ട കാര്യമൊന്നുമില്ല, അർജൻറ്റീന ഫാൻസിന് അതുപോലെ തന്നെ മെസ്സി ഫാൻസിന് അയാൾ ഏറ്റവും കൂടുതൽ അറിയുന്നുണ്ടാവും. അയാളുടെ വാക്കുകൾ അത്രയും അധികം ആളുകളെ രോമാഞ്ചം കൊള്ളിപ്പിച്ച വാക്കുകൾ തന്നെയാണ്. മാത്രമല്ല, ഖത്തർ വേൾഡ് കപ്പ് മീഡിയ വൺ സ്പോർട്സിന് വേണ്ടി നേരിട്ട് പോയി റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിത്വം കൂടെയാണ് എൻ്റെ കൂടെ എന്നുള്ളത്. സോ മീഡിയ വണ്ണിൻ്റെയൊക്കെ സ്പോർട്സ് ജേർണലിസ്റ്റ്, അതിലുപരി മീഡിയ വണ്ണിൻ്റെ ജേർണലിസ്റ്റായ PC സൈഫുദ്ദീൻ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. നമസ്കാരം. എന്ത് തോന്നുന്നു? വേൾഡ് കപ്പാണ് വരുന്നത്, 2026 വേൾഡ് കപ്പ്. ഒരു വേൾഡ് കപ്പ് ഖത്തറിൽ കഴിഞ്ഞു. ഇനി 2026 വേറെ ഒരു നാട്ടിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്, USA, മെക്സിക്കോ, കാനഡ. സോ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം. തീർച്ചയായും ഓരോ 4 ആണ്ട് കൂടുമ്പോഴും ഒരു ലോകകപ്പ് വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ആവേശമാണ്. പ്രത്യേകിച്ചും ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു 4 ആണ്ട് കൂടുമ്പോഴുള്ളൊരു ഉത്സവമാണല്ലോ. അപ്പം നമുക്ക് എന്താ പറയുക, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഫീല്, ഒരു തരം വൈകാരികമായ തള്ളിച്ചൊക്കെ വരുന്ന ഒരു സന്ദർഭമാണ് ഓരോ വേൾഡ് കപ്പ് വരുമ്പോഴും. ഇപ്പം 98 മുതലാണ് എൻ്റെ ഓർമ്മയിലുള്ള വേൾഡ് കപ്പ് മെമ്മറീസ് എന്ന് പറയുന്നത്. 98-ൽ ഫ്രാൻസ് ലോകകപ്പ് കഴിഞ്ഞ് 2002-ൽ ബ്രസീൽ ജേതാക്കളായ ലോകകപ്പ്. ഫസ്റ്റ് കാണുന്ന വേൾഡ് കപ്പ് 98-ലാണ്. നമ്മൾ ടി വിയിൽ ആദ്യമായിട്ട് കാണുന്ന ലോകകപ്പ് 98-ആണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എൻ്റെ നാട്ടിൽ പിന്നെ പുറത്ത് നമ്മൾ TV ഒക്കെ വെച്ച്, ക്ലബ്ബൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിൽ, പക്ഷേ നമ്മുടെ അവിടെ ഒരു കടയുണ്ട്, കടയുടെ മുന്നിലായിട്ട് റോഡ് സൈഡിൽ നമ്മൾ TV ഒക്കെ വെച്ച് കണ്ട ഓർമ്മ. അന്ന് അർജൻറ്റീന ക്വാർട്ടറിൽ നെതർലൻഡ്സിനോട് തോറ്റ് പുറത്തായ വേൾഡ് കപ്പാണ്. അന്നേ അർജൻറ്റീനയാണ് നമ്മുടെ ഒരു ഹൃദയവികാരം. യെസ്. അപ്പോൾ അന്ന് ഡെനിസ് ബെർക്കാമ്പിൻ്റെ എന്താ പറയുക, രണ്ടാമത്തെ ഗോളും വീണ് അർജൻറ്റീന ക്വാർട്ടറിൽ പുറത്താകുമ്പോൾ വല്ലാത്ത ഒരു നിരാശയായിരുന്നു അന്ന്. ശരിക്കും അന്ന് രാത്രി ഉറങ്ങാത്ത ഒരു ആവായിരുന്നു. എന്താണെന്നറിയില്ല, അന്ന് അർജൻറ്റീന ഒരു നമ്മളൊരു കൗമാരത്തിലെ നമ്മുടെ ഒരു ഫേവറേറ്റ് ടീമായി കടന്നു വന്നു. പിന്നീട് 2002, 2006, 2010, 2014 പിന്നീട് വലിയ അർജൻറ്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ വെച്ച ഒരു വേൾഡ് കപ്പ് വന്നത് ബ്രസീൽ വേൾഡ് കപ്പിലാണ്. ഫൈനലിൽ വന്നു. 2018 വീണ്ടും വലിയ ദുരന്തമായി. 2018 കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഖത്തറിലേക്ക് വന്നു ജോലിയുടെ ഭാഗമായിട്ട്. 2022 വേൾഡ് കപ്പ് അർജൻറ്റീന കളിക്കുന്നു. സാക്ഷാൽ ലയോണൽ മെസ്സി കണ്ണിൻ്റെ മുന്നിൽ പന്ത് തട്ടുന്നു. നമുക്ക് അത്രയും ആക്സസ് ഉള്ള ഒരിടത്ത് വേൾഡ് കപ്പ് നടക്കുന്നു. എല്ലാ അർത്ഥത്തിലും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയ ഒരു, നമ്മുടെ കൈവെള്ളയിലേക്കെന്നൊക്കെ പറയും പോലെ വേൾഡ് കപ്പ് പറഞ്ഞ വലിയൊരു മാമാങ്കം നമ്മുടെ തൊട്ടടുത്ത് വരുന്നു. അവിടെ ലയണൽ മെസ്സി കളിക്കുന്നു, അയാൾ കപ്പ് നേടുന്നു. അപ്പം എല്ലാം ഒരു സ്വപ്ന സാക്ഷാത്കാരം പോലെയായിരുന്നു. ഇപ്പോൾ സൈഫുക്ക പറഞ്ഞ 1998 തൊട്ട് വേൾഡ് കപ്പ് കാണാൻ തുടങ്ങിയുള്ള, അപ്പം മെസ്സിയെ കണ്ട് അർജന്റീന ഫാൻ ആയ ഒരാളല്ല, ഒരിക്കലും അല്ല. അപ്പം 1998 തൊട്ടേ ഒരു അർജന്റീന ഫാൻഡം കീപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വേൾഡ് കപ്പ് കാണുന്നുണ്ട്, ഫുട്ബോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ഫുട്ബോളിനുള്ള ഭ്രാന്ത് ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് അത് ഒരു ബ്ലഡിലുള്ള സംഭവം എന്നൊക്കെ പറയാം. പക്ഷെ സൈഫുക്കാൻ്റെ ആ ഒരു സംഭവം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് ആ ഫുട്ബോളിനുള്ള ആ ഒരു ഭ്രാന്ത് കണ്ടിട്ടാണോ അതോ കളിച്ചിട്ടാണോ, എങ്ങനെയാണ് ആ ഒരു ഫുട്ബോളിനോടുള്ള ആ ഒരു ഇൻതൂസിയാസം, ആ സംഭവങ്ങളൊക്കെ വരുന്നത്? തീർച്ചയായും മറഡോണ ഏതൊക്കെയോ അർത്ഥത്തിൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. മറഡോണയുടെ കളി നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. മറഡോണ 94-ൽ ആണ് അവസാനമായി കളിച്ചത്. അന്നൊരു എന്താ പറയുക, ഒരു ട്രാജിക് ഒരു എൻഡിങ് ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ടൂർണമെൻ്റ് അവസാനിച്ചത്. നമ്മൾ വായിക്കുന്നതേ ഉള്ളൂ. ഇപ്പം പത്രം വായിക്കും ഞാൻ നന്നായിട്ട്. പത്രം വായിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ സ്പോർട്സ് പേജിൽ ഈ അവസാനത്തെ പേജിലാണ് സ്പോർട്സ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഫസ്റ്റ് പേജ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ സ്പോർട്സ് പേജായി. ആകെ സ്പോർട്സ് പേജ് മാത്രമേ വായിക്കുള്ളൂ. അപ്പോൾ 94 വേൾഡ് കപ്പ് കഴിഞ്ഞ് ഒരു നമ്മൾ പത്രമൊക്കെ കാര്യമായി വായിക്കാൻ തുടങ്ങുന്നത് ഉറപ്പായിട്ടും 95 ഒക്കെ തൊട്ട് കൃത്യമായി പത്രങ്ങൾ വായിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പം ഈ മറഡോണയെക്കുറിച്ചുള്ള ലേഖനങ്ങളും ഒക്കെയാണ് കാര്യമായിട്ട് പത്രങ്ങളിലുണ്ടാവുക. അപ്പം 98 വേൾഡ് കപ്പ് വരുമ്പോഴത്തേക്കും മറഡോണ ഒരു വല്ലാത്ത ബിംബമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മറഡോണയുടെ പിൻഗാമി ആര് എന്നുള്ളതാണ് ചർച്ചകൾ അത്രയും.
മറഡോണയ്ക്ക് ശേഷം മറഡോണയെ പോലെ കളിക്കാൻ പാകത്തിലുള്ള ആരെങ്കിലും അർജൻറ്റീന ടീമിൽ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പം 98 വരുമ്പോൾ ബാറ്റിസ്റ്റ്യൂട്ട ഉണ്ടായിരുന്നു, കനീജിയ 98 വേൾഡ് കപ്പിൽ കളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഫേവറേറ്റ് പ്ലെയർ എന്ന് പറയുന്നത് നിശ്ചയമായും ഏരിയൽ ഒർട്ടേഗയായിരുന്നു. അപ്പം അർജൻറ്റീനക്ക് മറഡോണയ്ക്ക് പകരക്കാരൻ വരുന്നുണ്ടോ എന്ന് ലോകം എങ്ങുള്ള ഫുട്ബോൾ ആരാധകർ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഒർട്ടേഗ വരുന്നത്. ഒർട്ടേഗ മനോഹരമായി പന്ത് തട്ടിയ പ്ലേ മേക്കറായിരുന്നു. എന്ന് വെച്ചാൽ അയാൾ ഒരു ഒരു പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ ഒഴുകി നീങ്ങുന്ന ഒരു പ്രത്യേക കഴിവുള്ള ഒരു പ്ലെയറായിരുന്നു. രണ്ടാളും മറഡോണയും ഒർട്ടേഗയും രണ്ട് സ്റ്റൈൽ ഓഫ് പ്ലെയേഴ്സ് ആയിരുന്നു. പക്ഷേ ഒർട്ടേഗയ്ക്ക് മാത്രമായ ഒരു വല്ലാത്ത സ്കില്ലുണ്ടായിരുന്നു. ഞാൻ ഒർട്ടേഗയെ പോലെ വേറൊരു പന്ത് കളിക്കാരനെയും അതിന് ശേഷം ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അദ്ദേഹം ഒരു പതിഞ്ഞ താളത്തിൽ ഇങ്ങനെ, അദ്ദേഹത്തിന് എൽറീറ്റോ എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തെ ഒരു ഇട്ടിരുന്ന പേരെന്ന്, ഒരു കുട്ടിക്കഴുത എന്നൊക്കെ അർത്ഥം വരുന്നത്. ആ രീതിയിൽ ഇങ്ങനെ ഒരു പോകുന്ന വല്ലാത്തൊരു അപ്പോൾ നമ്മൾ ബാറ്റിസ്റ്റ്യൂട്ട ഉണ്ട്, ഒർട്ടേഗയുണ്ട്, ക്രെസ്പോ ഉണ്ട്, വെറോൺ ഉണ്ട്. അപ്പോൾ ഓരോ താരങ്ങളെയും ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് പത്രങ്ങളിൽ വരും. അപ്പോൾ സ്വാഭാവികമായി ആ വേൾഡ് കപ്പ് അടിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് അർജൻറ്റീനയ്ക്ക് തന്നെയാണ് നമ്മളിങ്ങനെ അത്രയും പ്രതീക്ഷിച്ചു. പക്ഷേ ആ ടീം 98 ക്വാർട്ടറിൽ തോറ്റുപോയി. പിന്നീട് ഒർട്ടേഗയും ക്രെസ്പോയും ഒക്കെ ഉണ്ട്, ബാറ്റിസ്റ്റ്യൂട്ട ഇല്ല 2002 വരുമ്പോൾ. അപ്പോഴും നമ്മൾ വലിയ പ്രതീക്ഷയിലാണുള്ളത്. പക്ഷേ 2002 വരുമ്പോൾ നമുക്ക് റിക്വൽമി വരുന്നുണ്ട്, ജുവാൻ റോമൻ റിക്വൽമി. അപ്പം മറഡോണയുടെ പിന്മുറക്കാരൻ വേൾഡ് കപ്പ് എടുക്കാൻ ഇനി അർജൻറ്റീനയ്ക്ക് ഒരു കാരണക്കാരൻ ഒർട്ടേഗയ്ക്കും പറ്റിയില്ലെങ്കിൽ റിക്വൽമി വരുന്നു എന്നുള്ളൊരു, കോപ്പ അമേരിക്കയിലൊക്കെ റിക്വൽമി വലിയൊരു താരമായ ഒരു വേൾഡ് കപ്പും കൂടിയാണ്. പക്ഷേ റിക്വൽമിക്കും സാധിക്കുന്നില്ല. 2006 മെസ്സി വരുന്നത്. മെസ്സിയുടെ ഒരു മെസ്സി തുടങ്ങുന്നത് 2006 അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മെസ്സി ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നിക്കോ പാസൊക്കെ തുടങ്ങുന്ന പോലെയാണ് അന്ന് മെസ്സി തുടങ്ങുന്നത് കാണുന്നുള്ളൂ. പക്ഷേ അയാളുടെ ഒരു വേഗതയും പിന്നെ പേസും ഫിനിഷിങ്ങിൽ കൃത്യതയും ഒക്കെ കണ്ടപ്പോൾ അന്ന് തന്നെ പലതരത്തിൽ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. 2010 വന്നപ്പോൾ കുറേ കൂടി, കാരണം 2006 2010 ഇടയിൽ ക്ലബ് ഫുട്ബോളിൽ ബാഴ്സലോണയ്ക്കും വേണ്ടി ലയണൽ മെസ്സി വലിയ പ്രകടന മികവ് കാഴ്ചവെച്ചു. ബാഴ്സലോണ ഒരുപാട് എന്താ പറയുക, സ്പാനിഷ് ലീഗിൽ ഒരുപാട് കിരീടങ്ങൾ നേടി, ചാമ്പ്യൻസ് ലീഗ് അടക്കം ഈ ഗ്യാപ്പിലുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികം 2010 വരുമ്പോൾ അർജൻറ്റീന തന്നെയായിരുന്നു ഹോട്ട് ഫേവറേറ്റുകൾ, പ്രത്യേകിച്ച് ലയണൽ മെസ്സി ആ ടീമിലുണ്ട് എന്നുള്ളതുകൊണ്ട്. പക്ഷേ 2010 കാര്യമായിരുന്നു പ്രീ ക്വാർട്ടറിൽ പുറത്തായി പോയി. അന്നും ജർമ്മനി നീറ്റാണ് അന്നും ജർമ്മനിയോട് തോറ്റാണ്. 2006 ജർമ്മനി ആയിരുന്നു, 14 ജർമ്മനി. അത് പക്ഷേ ഫൈനലിലാണ് പോയതെന്ന് മാത്രം. അപ്പോൾ ജർമ്മനി പിന്നെ 7 ഗോള് ബ്രസീലിനെ അടിച്ചിട്ടാണെന്ന് നമ്മൾ ഈ 7-up എന്ന് പറഞ്ഞ് കളിയാക്കുന്ന ആ മാച്ച്. എന്നിട്ട് പോലും ആ ജർമ്മനിയെ ഇഞ്ചുറി ടൈം വരെ, അധിക എക്സ്ട്രാ ടൈം വരെ അർജൻറ്റീന പിടിച്ചു നിർത്തി. പക്ഷേ ആ ഗോഡ്സയുടെ അവസാനത്തെ ഗോളിൽ ആ പ്രതീക്ഷ അസ്തമിച്ചു. പിന്നീട് ഒരു ഘട്ടത്തിലും ഇനിയിപ്പോൾ ബ്രസീൽ നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ലയണൽ മെസ്സിക്ക് ഒരു കപ്പ് നേടാൻ ഒരു സാധ്യതയില്ല. കാരണം അയാളൊക്കെ അത്രമേൽ വിശ്വസിക്കാവുന്ന ഒരു കൂട്ടം പ്ലെയേഴ്സ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. മെഷറാനോ അടക്കമുള്ള, ബിഗ്ലി അടക്കമുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഗരായി അടക്കമുള്ള നല്ല ടീമായിരുന്നു 2014. ആ 2014 തോറ്റുപോയതോടുകൂടി ആ ടീമിലെ പല താരങ്ങളും ഓർമ്മകളിലേക്ക് മറഞ്ഞുപോയി. അവരൊക്കെ വീണ്ടും 2018 ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആശുവായി ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. 2018 ദുരന്തമായി. പക്ഷേ 2022 അതെല്ലാം വൻ തിരിച്ചുവരവായി പോയി. അപ്പോൾ ഇപ്പോൾ ഈ 2022 സെയ്ഫൊക്കെ നേരിട്ട് ഖത്തറിൽ റിപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പ് നമുക്കറിയാം അറബ് രാജ്യത്ത് നടക്കുന്ന ഫസ്റ്റ് വേൾഡ് കപ്പാണ്. അതുപോലെ തന്നെ ഖത്തറിനെ ചൊല്ലി ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അവർ അവസാന നിമിഷം മറ്റേ ആൽക്കഹോൾ ബാൻ ചെയ്തു, അത് ട്രാവലേഴ്സിന് അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ വന്നൊരു വേൾഡ് കപ്പും കൂടിയാണ് ഖത്തർ. പക്ഷേ ഇത്രയും ബെസ്റ്റ് വേൾഡ് കപ്പ്, അതും ഇത്ര നല്ല അടിപൊളിയായിട്ട് ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്ത കൺട്രി മറ്റൊന്നുമില്ല. അപ്പോൾ ആ ഖത്തറിൽ പോയിട്ടാണ് സെയ്ഫൊക്കെ നേരിട്ടിട്ട് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ റിപ്പോർട്ടിങ് നടത്തിയിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നൊരു സംഭവം, അർജൻറ്റീന ഫാന് മെസ്സി ഫാനായ സെയ്ഫൊക്കെ നേരിട്ട് കാണുകയാണ് ലയണൽ ആൻഡ്രേസ് മെസ്സി ഖത്തർ രാജാവിൻ്റെ ഇതിൽ ഒരു വാക്ക്, അത് ഒരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കിരീടമില്ലാത്ത രാജാവിനെ ഖത്തർ രാജാവ് കിരീടം അണിയിക്കണം എന്നുള്ളതൊരു നിയോഗമാവാം എന്നുള്ള ആ സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം ഏതൊക്കെ മാച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ക്വസ്റ്റൻ, ഏതൊക്കെ മാച്ച് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളൊരു ക്വസ്റ്റൻ,
അതോടൊപ്പം തന്നെ ആ ഒരു ഫീൽ എന്തായിരുന്നു? കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയ്ക്ക് എല്ലാവരും ഒരു മെസ്സി ഫാൻ ആവാം, റൊണാൾഡോ ഫാൻ ആവാം. അപ്പോൾ എല്ലാവരും അന്ന് സന്തോഷമുള്ള ഒരു സംഭവമാണ് മെസ്സിയെ പോലത്തെ ഒരു വ്യക്തി വേൾഡ് കപ്പ് ഉയർത്തി ഫുട്ബോൾ പൂർണ്ണമായി എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ എന്തൊക്കെ ചിന്തകളാണ് മൈൻഡിൽ പോയത് നേരിട്ട് തീർച്ചയായും കാണുമ്പോഴുള്ള? ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഫീലിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ 2018 വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഖത്തറിലേക്ക് പോയി. 2018 വേൾഡ് കപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഖത്തറിൽ മീഡിയ വണ്ണിൻ്റെ റിപ്പോർട്ടറായി അങ്ങോട്ടേക്ക് മാറി. അപ്പോൾ 2018 തൊട്ടേ 2018 പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ കൂടി കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. നമുക്ക് ഖത്തറിൽ ബ്യൂറോ ഉണ്ട്. അപ്പം നിലവിൽ അവിടെ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ടേം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് എന്നെയാണ് പകരം അങ്ങോട്ടേക്ക് വിട്ടത്. വേൾഡ് കപ്പും കൂടി ഒരു വലിയ ഡ്രീമായിരുന്നു. അപ്പം ഞാൻ പിന്നെ മാനേജ്മെൻറ്റിനോട് അങ്ങനെ ഒരു റിക്വസ്റ്റ് അവരുടെ മുന്നിൽ വെച്ചിരുന്നു. അത് പരിഗണിച്ചു, അങ്ങനെ വിട്ടു. 3 വർഷത്തേക്കാണ് സാധാരണഗതിയിൽ ഖത്തറിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നമുക്ക് റിപ്പോർട്ടിങ്ങിന് നമുക്ക് ടേം കിട്ടുക. പക്ഷേ എനിക്ക് ഒരു 4 വർഷം അവിടെ നിൽക്കാൻ കഴിഞ്ഞു. കാരണം 2018 പോയി വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണല്ലോ തിരിച്ചു വരുന്നത്. അപ്പോൾ ഞാൻ ഈ 2018 അവിടെ എത്തുന്ന സമയത്ത് മൊത്തം 8 സ്റ്റേഡിയങ്ങളും പുതിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കുക. ഖലീഫ സ്റ്റേഡിയം മാത്രമേ പഴയതുള്ളൂ. റയ്യാൻ സ്റ്റേഡിയം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേഡിയം റെനോവേറ്റ് ചെയ്തതാണ്. ഖലീഫ സ്റ്റേഡിയം ഓൾറെഡി ഉള്ള സ്റ്റേഡിയം. ബാക്കി എല്ലാ സ്റ്റേഡിയങ്ങളും പുതിയതുണ്ടാക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് മാച്ച് നടന്ന അൽബെയ്ത്ത് ആവട്ടെ, ഫൈനൽ നടന്ന ലുസൈലാവട്ടെ, അങ്ങനെ എല്ലാ സ്റ്റേഡിയങ്ങളും പുതുതായി ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഈ നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലൊക്കെ സ്റ്റേഡിയം നിർമ്മാണത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഓരോ മൈൽ സ്റ്റോൺ പിന്നിടുന്ന സമയത്തൊക്കെ ഖത്തറിലെ മാധ്യമങ്ങളെ വിളിച്ചിട്ടൊരു ജേർണലിസ്റ്റുകൾക്ക് ടൂർ സംഘടിപ്പിക്കും, നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഖത്തർ ഫുട്ബോൾ ഫെഡറേഷൻ അനുമതിയോടുകൂടി തന്നെ എല്ലാ ഇതിലും നമ്മൾ പോകും. അപ്പോൾ ഈ ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലൂടെ എങ്ങനെ നമ്മൾ പോകും. അപ്പോൾ നമ്മുടെ അഷ്റഫ് ഓമശ്ശേരിയൊക്കെ ഉണ്ട്, നമ്മുടെ ഡ്രൈവറും ക്യാമറ സഹായിയൊക്കെ ആയ കുറേ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുന്നിലൊക്കെ കൂടെ പോകുമ്പോൾ നമ്മളിങ്ങനെ പറയും, മെസ്സി കപ്പ് ഉയർത്താൻ പോകുന്ന സ്റ്റേഡിയമാണിത്, മെസ്സിക്ക് വേണ്ടി ഉയരുന്ന കൂടാരാണിത് എന്നൊക്കെ ചുമ്മാ നമ്മൾ പറയും. അതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പറയുന്നത്. അപ്പോഴും പ്രതീക്ഷയില്ല. ഇല്ലല്ലോ. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. 2018 അത്രയും ദുരന്തമായി മാറിയ ഒരു ടീമല്ലേ. ആ ടീമിനെ പിന്നെ ശൂന്യതയിൽ നിന്നാണ് ലയണൽ സ്കലോണി ഒരു മുഖ്യ പരിശീലകനായിരുന്നില്ലല്ലോ, അയാളൊരു അസിസ്റ്റന്റ് പരിശീലകനായിരുന്നു. അയാൾ പിന്നീട് സ്ഥിരമാക്കേണ്ടി വന്നതാണ് അർജന്റീനൻ ഫുട്ബോൾ ഫെഡറേഷന്. അപ്പോൾ അങ്ങനെ ശൂന്യതയിൽ നിന്നൊരു ടീമുണ്ടായി. ആ ശൂന്യതയിൽ നിന്നൊരു ടീമുണ്ടായി. 2018 അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എവർ ബനേഗ ഉൾപ്പെടെ, എന്ന് വെച്ചാൽ അയാളിലേക്ക് പന്ത് കണക്ട് ചെയ്യാൻ, അയാളുടെ മാനസികമായ അടക്കം ഒരു കണക്ഷൻ നൽകാൻ പാകത്തിലുള്ള പ്ലെയേഴ്സൊന്നും അവരൊക്കെ 2014 കളി നിർത്തിപ്പോയി. പിന്നെ ആകെക്കൂടെ ഒരു ഡിമരിയ മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളൊരു വിലയിരുത്തലിൻ്റെ ഘട്ടത്തിലാണ് നമ്മൾ ഈ ഖത്തറിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെയാണ് പറയുന്നത് ലയണൽ മെസ്സി കപ്പ് ഉയർത്താൻ പോകുന്ന പിന്നെ കൂടാരാണിത്, ലയണൽ മെസ്സിക്ക് വേണ്ടി ഉയരുന്ന സ്റ്റേഡിയങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോഴും നമുക്ക് പ്രതീക്ഷയില്ല. പിന്നീട് 2021 കോപ്പ അമേരിക്ക. അതെ, അത് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞത് കറക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. മറ്റേ എന്തായിരുന്നു, ഇതിഹാസത്തിലേക്കുള്ള വഴികളിൽ അന്താരാഷ്ട്ര കിരീടത്തിന്റെ മേൻകൊടി വേണമെന്ന് ശാഠ്യം പിടിച്ചവർ കണ്ണു തുറന്ന് കാണുക, അയാൾ പൂർണ്ണനാണെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്, ആ വരികളൊക്കെ എഴുതുമ്പോൾ സൈഫുഖാൻ്റെ ഒരു ഇമോഷൻ എന്തായിരുന്നു? തീർച്ചയായും അത് ഒരു കോപ്പ പോലും നേടാൻ കഴിയാതെ ലയണൽ മെസ്സി കളി അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത. ഇപ്പോൾ 2014 വേൾഡ് കപ്പ് കഴിഞ്ഞ് 2 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റുകൾ അടുപ്പിച്ച് വന്നു. സെൻറ്റിനറി കോപ്പയും വന്നു, 2015 കോപ്പയും വന്നു. ആ 2 കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലും ഫൈനലിലാണ് മെസ്സി തോറ്റുപോയത്. അപ്പം ഈ ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി ഒന്നും ഇല്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ആശ്വസിക്കാൻ വേണ്ടി കണ്ടെത്തില്ല. ദൗർഭാഗ്യമാണ്, ഈ മനുഷ്യൻ ഒരു ടൂർണമെൻറ്റില്ല, ഒരു കിരീടം ഇല്ലാതെ ഇത് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ 2016 കോപ്പയിൽ ഇങ്ങനെ കരഞ്ഞ് കയറി പോകുന്നുണ്ടല്ലോ. ഇനിയില്ല, നമ്മൾ അന്ന് കരുതിയത് ഇനി അയാൾ അന്താരാഷ്ട്ര ഒരു മത്സരത്തിനുണ്ടാവില്ല, അർജന്റീനൻ ടീമിൽ അയാൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ കരുതിയത്. പക്ഷേ എന്തോ അയാളുടെ ഒരു ബോധ്യത്തിൻ്റെ പുറത്താണ് 2018 പുള്ളി വരുന്നത്. 2018 അത്രയും അബദ്ധ ഒരു ടീം, അത്രയും ദുരന്തമായ ഒരു ടീം. ആ ടീം പിന്നെ പ്രീ ക്വാർട്ടറിൽ
ഫ്രാൻസിനോട് തോറ്റ്, അതും വലിയ തോൽവി മുടഞ്ഞ് മടങ്ങുമ്പോഴും അന്നും നമ്മൾ വിചാരിച്ചു ത്തോടുകൂടി അദ്ദേഹം കളി അവസാനിപ്പിക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ലയണൽ സ്കലോണി അസിസ്റ്റന്റ് കോച്ചാവുന്നു. 2018 ആ ടീം മുഴുവൻ ഡിസ്പ്ലേസ് ആയതിനു ശേഷം പുതിയ ടീമിനുണ്ടാക്കുന്നു. ഒരു താൽക്കാലിക ടീം എന്ന രീതിയിൽ ലയണൽ സ്കലോണി അസിസ്റ്റന്റ് പരിശീലകൻ കുറേ പുതിയ പിള്ളേരെടുക്കുന്നു. ആ പുതിയ പിള്ളേരിൽ പെട്ടതായിരുന്നു ഈ ഡിപ്പോളും പരഡസും ഉൾപ്പെടുന്ന പുതിയ ടീം മുഴുവൻ. അപ്പോഴും നമ്മൾ ആലോചിക്കും, ഇങ്ങനെ ഈ പുതിയ പിള്ളേരെ വെച്ച് ഒരുപാട് കഴിവുള്ള താരങ്ങളുണ്ടായിട്ട് 2014-18 ഒന്നും തനിക്ക് നേടാൻ പറ്റില്ല. ഇനി പുതിയ പിള്ളേരെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്ന ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് പോലും ആ പുതിയ താരങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് 2021 കോപ്പയിലും ലയണൽ മെസ്സി വരുന്നത്. അങ്ങനെ ലയണൽ മെസ്സി വരുന്നത്, അന്ന് ഞാൻ ഖത്തറിൽ ഉള്ള സമയത്താണ് ആ കോപ്പ നടക്കുന്നത്. ഓഫീസിലിരുന്നാണ് ആ കളി കാണുന്നത്. പിന്നെ 9ാമത്തെ മിനിറ്റിലാണ് ഡിമരിയ ഗോൾ അടിച്ചത്. ഫസ്റ്റ് ഒരേ ഒരു ഗോൾ ബ്രസീലിനെതിരെ ഡിപ്പോളിന്റെ അസിസ്റ്റിൽ നിന്ന്. കോവിഡ് കാലത്തല്ലേ, അപ്പം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഗാലറിയിൽ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല, കാണികളില്ലാത്തൊരു കോപ്പയായിരുന്നു. അപ്പോൾ ആ ഒരു ഗോള് ഡിമരിയ അടിച്ചതിന് ശേഷം പിന്നെ സെക്കൻഡ് ഹാഫിൽ ഞാൻ കളി കണ്ടിട്ടില്ല. ആവേശത്തിൽ ഇങ്ങനെ സെക്കൻഡ് ഹാഫിൽ കളി കാണാനുള്ള പേടിയായിരുന്നു, തിരിച്ചടിക്കുമെന്ന് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഏതെങ്ങാനും അവർ ഈക്വലൈസർ വന്ന് അവസാനം ഒരു ടൈ ബ്രേക്കറിലേക്കൊക്കെ പോയാൽ തീർന്ന് പിരിമുറുക്കം, ഈ ഭയങ്കര പിരിമുറുക്കം, ടെൻഷനും, അത് ഒരു താരത്തിലും താങ്ങാൻ കഴിയാതെ ആ ടീം ഉറപ്പായിട്ടും തോറ്റു. ഈ കോപ്പയിലും ഫൈനലിൽ, അതായത് തുടർച്ചയായ 2 കോപ്പയിൽ ആ മനുഷ്യൻ തോറ്റുപോയി. കരഞ്ഞ് കയറിയ ഒരാൾ 2021 വലിയ പ്രതീക്ഷയുമായ ഒരു കോപ്പയിൽ, അതും കപ്പിനും ചുണ്ടിനും ഇടയിൽ നിൽക്കുന്നു. ആ കോപ്പയിൽ കൂടി ലയണൽ മെസ്സി തോറ്റുപോയിരുന്നെങ്കിലോ അയാൾ ഉറപ്പായി 2022 ലോകകപ്പിന് അയാൾ ഉറപ്പായിട്ടും വരുമായിരുന്നില്ല. അത്രയും ഡള്ളായി പോയിരുന്നു. ഉറപ്പായിട്ടും അയാൾ ആ വേൾഡ് കപ്പ് ആ കോപ്പയോട് കൂടി നിർത്തിയേനെ. ആ കോപ്പയിൽ ജയിച്ചതുകൊണ്ടും ഒരു കിരീടമായി എന്നുള്ളത് കൊണ്ടും വലിയ ആത്മവിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പുറത്താണ് ആ ടീം ഒട്ടാകെ 2022 ലോകകപ്പിന് വന്ന്, പ്രത്യേകിച്ചും എസ്പെഷ്യലി മെസ്സി വന്നത്. അതിൻ്റെ എന്താ പറയുക, ഒരു ആത്മവിശ്വാസത്തിലും ധൈര്യത്തിലുമാണ് ആ ടീം അത്രയും മുന്നേറിയത്. എന്ന് വെച്ചാൽ ആ ടീമിൽ വലിയ പ്രതീക്ഷ മെസ്സിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ 2022 വേൾഡ് കപ്പ് ആദ്യത്തെ മത്സരത്തിൽ സൗദിയോട് തോറ്റ് മെക്സിക്കോയോട് കളിക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് ആ പ്രസ് മീറ്റിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഒരു ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. 2022 വേൾഡ് കപ്പിൽ മെക്സിക്കോക്കെതിരായ മാച്ചിൻ്റെ തൊട്ടു തലേ ദിവസം അർജൻറ്റീനയുടെ മാച്ച് റിപ്പോർട്ട്, അതായത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇത് ചെയ്യാൻ പോയ സമയത്താണ് ലയണൽ മെസ്സി പറയുന്നത്, ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന് വെച്ചാൽ അന്ന് സൗദിയോട് തോറ്റ് നിൽക്കുന്ന വെറും സൗദിയോട് 2-1 തോറ്റ് നിൽക്കുമ്പോൾ ലയണൽ മെസ്സി, അപ്പോൾ അയാൾക്ക് അത്രയും പ്രതീക്ഷ ആ പുതിയ ടീമിലുണ്ടായിരുന്നു. അതായത് ആ കോപ്പ കഴിയുമ്പോഴത്തേക്കും അയാൾ ഓരോ താരങ്ങളെയും ജഡ്ജ് ചെയ്തിരുന്നു. ഓരോ താരങ്ങളുടെയും പെർഫോമൻസ്, അവരുടെ സ്ട്രെങ്ത് ആൻഡ് ഡെപ്ത്, അവരുടെ വീക്ക്നെസ് എല്ലാം ഇയാൾ ഓരോരുത്തരെയും പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും പുള്ളി. അപ്പം അത് ആ ടീമിൻ്റെ സ്ട്രെങ്ത് അത്രയും മൂപ്പർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് സൗദിയോട് തോറ്റിട്ട് പോലും അയാൾ പറഞ്ഞു, ഈ ടീം നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്ന്. പിന്നീട് മെക്സിക്കോക്കെതിരെയുള്ള മത്സരം ഞാൻ നേരിട്ട് കണ്ടു. മെക്സിക്കോ അതായിരുന്നു അർജന്റീനയുടെ ഫസ്റ്റ് മാച്ച് കാണുന്നത് നേരിട്ട്. ഏതോ കുറേ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ കൂടെ, കുറച്ച് 2-3 മലയാളികൾ ഉണ്ടായിരുന്നു, ഏതോ രാജ്യക്കാരായ കുറേ ആളുകൾ. പിന്നെ ലയണൽ മെസ്സിയുടെ 62ാം മിനിറ്റിലെ ഗോള് വന്നപ്പോൾ അതുവരെ ഞങ്ങളങ്ങനെ മിണ്ടിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇപ്പുറത്ത് ഏതോ രാജ്യക്കാരൻ ഹലോ, ആ ഗോള് വന്നതോടുകൂടി ആരൊക്കെയോ വന്ന് കെട്ടിപ്പിടിക്കുന്നു, ആരോടൊക്കെയോ കിസ് ചെയ്യുന്നു, എന്തൊക്കെയോ കൈവിട്ട് പോയിട്ട് ആരൊക്കെയോ വന്ന് വേറെ ആരൊക്കെയോ പിടിച്ചു ഉയർത്തുന്നു, അയാൾ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ആ ഗോള് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഭയങ്കര കൂട്ടായി. പിന്നെ അതുവരെ ഭയങ്കര മസിലൊക്കെ പിടിച്ച് ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ആ ഒരു ഒറ്റ ഗോള് വീണോടുകൂടി എല്ലാവരും ഒന്നായി. അതൊരു വല്ലാത്ത മൊമെൻ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ഏതൊക്കെയോ ആൾക്കാർ വന്നിട്ട് ഒരേ ഒരു വികാരത്തിൻ്റെ പുറത്ത് വന്നു കൂടി ഒരുപാട് ആളുകളാണല്ലോ. അപ്പം മെസ്സി തന്നെ അത് ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പിരിമുറുക്കത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അത് മെസ്സി നേരിട്ട് ബ്രേക്ക്
സാധ്യ ഗോളും ആയിരുന്നല്ലോ അത്. അപ്പോൾ ആ ഗോള് വീണോടുകൂടി പിന്നെ എൻസോ ഫെർണാണ്ടസിൻ്റെ സെക്കൻഡ് ഗോള് വന്നപ്പം തീർന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻസോയും ഹൂലിയൻ അൽവാരസും അതുപോലെ മക്കാലിസ്റ്ററും ഇവന്മാർ ക്വാളിഫിക്കേഷൻ റൗണ്ട് പോലും കളിച്ചിട്ടില്ലെന്നേ. യോഗ്യതാ റൗണ്ടിൽ ഒരു മാച്ച് പോലും കളിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പം കളിക്കാൻ പോകുന്ന ലോസെൽസോ ഉണ്ടായിരുന്നല്ലോ അന്ന്. ലോസെൽസോ ഈ ഒരു 1 വീക്ക് ബാക്കാണ് പരിക്കായിട്ട് കയറുന്നത്. അതുകൊണ്ടാണ് ഈ എൻസോക്കൊക്കെ അന്ന് ചാൻസ് കിട്ടിയത്. ഹുലിയൻ അൽവാരസും ഇപ്പറഞ്ഞ പോലെ എന്തോ ഒരു പ്രതീക്ഷയുടെ പുറത്ത് അങ്ങ് ഇറക്കിയതാണല്ലോ സ്കലോണി. പക്ഷെ ആ താരങ്ങളുടെ കഴിവിൽ കൃത്യമായി അവരെ വലിയ തോതിൽ വിശ്വസിച്ചാണ് സ്കലോണി അവരെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പോലും അതാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ക്വാളിഫിക്കേഷൻ റൗണ്ട് പോലും കളിക്കാത്ത കുറേ പിള്ളേർ സെറ്റ് എന്ന് പറയാവുന്ന ആളുകളെ കണ്ടിട്ടാണ് ലയണൽ മെസ്സി പറഞ്ഞത് ഈ ടീം നിങ്ങളെ നിരാശപ്പെടുന്നത്. അപ്പോൾ അയാൾക്ക് പ്ലെയേഴ്സിനെ ജഡ്ജ് ചെയ്യാൻ പറ്റും. ടീം വർക്കിൽ വിശ്വാസം ഭയങ്കര വിശ്വാസം. പിന്നെ ആ മെസ്സി അല്ലാത്ത 10 പേര് അയാൾക്ക് വേണ്ടി ലയണൽ മെസ്സിക്ക് കപ്പ് നേടിക്കൊടുക്കാൻ വേണ്ടി എന്തിനും തയ്യാറായി ഒരുങ്ങി ഇറങ്ങി. പ്രത്യേകിച്ചും അമേരിക്ക വരെ ഇപ്പോൾ ആള് പോയുള്ളത്. ഡിപ്പോള് അവസാനം ഇപ്പോൾ അമേരിക്കയിൽ പോയതടക്കം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ അയാൾക്ക് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു ടീം എന്നുള്ള ഒരു വിശ്വാസവും ആത്മവിശ്വാസവും ധൈര്യം അയാൾക്കുണ്ടായിരുന്നിരിക്കണം. അത് തന്നെയാണ്. ഇപ്പോൾ ഈ 2021 സെക്കൻഡ് ഹാഫ് കണ്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 2022 വേൾഡ് കപ്പിലോട്ട് വരികയാണ്. ഇപ്പം ഞാനൊക്കെ വേൾഡ് കപ്പ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു നിമിഷത്തേക്ക് ശ്വാസം പോയത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഊഹിച്ച അറിഞ്ഞൂടെ? അതായത് എംലിയാനോ മാർട്ടിനസിൻ്റെ മൂവാനിൻ്റെ ആ ഒരു ഷോട്ട്ലെസ് സേവ്, ആ ഒരു മൊമെന്റിൽ എന്തായിരുന്നു? ലൈക്ക് കാണുന്നുണ്ടായിരുന്നോ അതോ ഈ പറഞ്ഞ പോലെ 2021 പോലെ ആ ഒരു പിരിമുറുക്കത്തിലായിരുന്നോ? ഞാൻ ടൈ ബ്രേക്കറെ കണ്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ടൈമിൻ്റെ അവസാനത്തെ ഒരു 10 മിനിറ്റോ അവസാനത്തെ 10 മിനിറ്റ് കളി കണ്ടിട്ടില്ല. ഫൈനൽ നേരിട്ട് കാണാൻ കഴിയും എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അന്ന് ടിക്കറ്റുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങളുണ്ട്, നേരിട്ട് കളി കണ്ടിട്ടില്ല. ഇതിൻ്റെ പുറത്ത് വെച്ചാണ് നമ്മൾ കളിയുണ്ട്, സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് വെച്ച്. അപ്പം മൊബൈലിലും അവിടെ ഒരു സ്ക്രീനും കൂടെ വെച്ച് ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ആദ്യത്തെ 2 ഗോള് വീണപ്പം എല്ലാ അർത്ഥത്തിലും ഉറപ്പിച്ചല്ല നമ്മൾ. ഡിമരിയയുടെ ഗോള്, ഡിമരിയയുടെ ഗംഭീര ഗോളില്ലേ, 2ാമത്തെ ഗോളായിരുന്നു അത്. ഒരു കൗണ്ടർ അറ്റാക്കിൽ ഒരു ഗോള് വീണില്ലേ, ആ ഗോളും വീണോടുകൂടി നമ്മൾ ഉറപ്പിച്ചു. കാരണം ഒരു ഫൈനലല്ലേ, സ്വാഭാവികമായി 2 ഗോളിന് ലീഡ് ചെയ്യുമ്പം ഡിഫൻസിലേക്ക് പൂർണ്ണമായി ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെയും നമുക്ക് കൺസീഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെയാണെങ്കിൽ ജിറൂഡ് അടക്കമുള്ള സ്ട്രൈക്കർമാരൊക്കെ പിന്നെ അങ്ങേയറ്റം മങ്ങിയ ഫോമിലുള്ള ജിറൂഡിനൊക്കെ എനിക്ക് തോന്നുന്നു 40ാമത്തെ മിനിറ്റിൽ വലിച്ചു. കാരണം അത്രയും ഫോം ഔട്ടായി നിൽക്കുക പ്ലെയേഴ്സൊക്കെ. അപ്പോൾ ഇനി ഫ്രാൻസിന് ഒരു തിരിച്ചുവരവില്ല എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഘട്ടത്തിലുള്ള എംബാപ്പെ എന്ന താരത്തെ നമ്മൾ ഒരു തരത്തിലും ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലെയർ അല്ല. അപ്പം 3ാമത്തെ ഗോള് വീണപ്പോൾ ഞാൻ ഉറപ്പിച്ചു ആ പഴയ ദൗർഭാഗ്യവും കാലാകാലങ്ങൾ അർജൻറ്റീനയെ പ്രത്യേകിച്ച് ലയണൽ മെസ്സിയെ വേട്ടയാടിയ നിർഭാഗ്യത്തിൻ്റെ പഴയ ചരിത്രം അത് മനസ്സിലേക്ക് ഇങ്ങനെ കയറി വന്നു. ഉറപ്പായിട്ടും ഈ അവസാന നിമിഷത്തിൽ അയാൾ കപ്പില്ലാതെ മടങ്ങാൻ തന്നെയാണ് പോകുന്നതെന്ന് ആലോചിച്ചു. പിന്നെ എക്സ്ട്രാ ടൈമിൽ നമ്മളിങ്ങനെ ഒരു വല്ലാത്ത വിങ്ങലോട് കൂടി കളി കാണുന്നു. അവസാനത്തെ 10 മിനിറ്റ് കളി കാണാനുള്ള ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. കാരണം 2014 ഗോഡ്സയുടെ ഗോൾ ഇങ്ങനെ കയറി വരും, മൈൻഡിലോട്ട് കയറി വരും. ഏതോ ഒരു ഗോഡ്സ് എംബാപ്പെ ഉറപ്പായിട്ടും വരാൻ പോകുന്നുണ്ട്. പിന്നെ ലയണൽ മെസ്സിയുടെ എക്സ്ട്രാ ടൈമിലെ ഗോൾ വന്നല്ലോ, അത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഭയങ്കര ആരം അപ്പുറത്ത് കേട്ടിട്ട് ഞാൻ ജസ്റ്റ് മൊബൈൽ നോക്കുമ്പോൾ അതിൻ്റെ റീപ്ലേ കാണുമ്പോഴാണ് ജസ്റ്റ് ഗോൾ. അപ്പോൾ പിന്നെ ഉറപ്പിച്ചു എക്സ്ട്രാ ടൈമില്ല, ഞങ്ങൾക്ക് കുറച്ചല്ലേ ഉള്ളൂ. ഒയ്യോ, പിന്നെയല്ലേ അവൻ്റെ ഈക്വലൈസർ വന്ന എംബാപ്പയുടെ ഈക്വലൈസർ വന്നപ്പോഴത്തേക്കും അതുകൂടി വന്നതോടുകൂടി ഞാൻ ഉറപ്പിച്ചു. അതോടുകൂടി അതും കഴിഞ്ഞിട്ടാണ് കൊളോമാനിയുടെ ലാസ്റ്റ് മൊമെന്റിലാണ്. അത് ഞാൻ കണ്ടിട്ടില്ല, അത് കണ്ടതേ ഇല്ല. അത് ഭയങ്കര ആരവം കണ്ടു. അപ്പം ഞാൻ കരുതി ഗോൾ ഇടാൻ പോയതാണ്. പക്ഷെ അത് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. അത് കയറിയുണ്ടെങ്കിൽ തീർന്നില്ലേ. പക്ഷേ അത് കയറിയാതെ ടൈ ബ്രേക്കറിലേക്ക് പോയപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ആ ഗോള് കയറുന്നില്ലല്ലോ, ആ ഗോള് കയറിയില്ല, ആ ഷോട്ട് കയറിയില്ല. ഭാഗ്യം അർജന്റീനയുടെ കൂടെയാണെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എന്നൊരു തോന്നൽ ഉറപ്പായിട്ട് ആ നിമിഷം ഉണ്ടായി.
പിന്നെ ലയണൽ മെസ്സിയുടെ ഫസ്റ്റ് കിക്ക് എന്താവും എന്നുള്ളതായിരുന്നു അടുത്തത്. അത് ആ ഒരു മൂമെന്റ്, അതായത് എംബാപ്പെ കിക്ക് എടുത്ത് വരുന്നു, മെസ്സി കിക്ക് എടുക്കാൻ വേണ്ടി പോകുന്നു, ആ ഒരു ലോൺ വാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ഒരു കമൻട്രി ഉണ്ട്. അപ്പം മെസ്സി അതിന്റെ മുമ്പൊക്കെ ഇപ്പൊ 2015-ലും 2016-ലും മെസ്സി കിക്ക് പാഴാക്കിയിട്ടുണ്ട് കോപ്പയിൽ. കാരണം ഈ പ്രഷർ താങ്ങാൻ കഴിയില്ല അദ്ദേഹത്തിന്. പക്ഷെ ആ പ്രഷറൊക്കെ താങ്ങാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് മെസ്സി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് ഉള്ളിൽ ബോധ്യമില്ലെങ്കിൽ കൂടിയും അയാൾ അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. അയാൾ കോൺഫിഡന്റ് ആണ്, അയാൾ ഭയങ്കര കോൺഫിഡൻറ്റിലേക്ക് വന്നു. അയാളെ കിക്ക് ശ്രദ്ധിച്ചു, ഒരു കൂൾ കിക്കായിരുന്നല്ലോ അത്. അയാളുടെ കോൺഫിഡൻസ് നമ്മൾ ആ നെതർലാൻഡ്സിന്റെ മാച്ചിൽ തന്നെ എത്രത്തോളം ആണെന്നുള്ള നമ്മൾ കണ്ടതാണ്. മെസ്സിന്റെ ഒരു കോൺഫിഡൻസ്, കളിയിൽ ഒരു ബീസ്റ്റ് മെസ്സി, നമ്മളൊന്നും കാണാത്തൊരു വേർഷൻ മെസ്സിനെയാണ് കണ്ടത് വന്നിരുന്നു. അപ്പോൾ അയാൾക്ക് ആ ടീമിലുള്ള ആത്മവിശ്വാസം തന്നെ ആയിരിക്കണം, അങ്ങനെ കൂളായി പ്രഷർ ഇല്ലാതെ കിക്ക് എടുക്കാനൊക്കെ. അപ്പോൾ ആദ്യത്തെ കിക്ക് ലയണൽ മെസ്സി ഗോളാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബാക്കിയുള്ളവർ കൂളായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു. അത് പിന്നീട് മൊണ്ടിയേലടക്കം പിന്നെ എല്ലാവരും ഇപ്പോൾ ഡിബാലയൊക്കെ ആകെക്കൂടെ ഡിബാല ആ ടീമിലെടുത്ത് ആ ഒരൊറ്റ കിക്കിന് വേണ്ടി മാത്രം അവന് ഗംഭീരമായിട്ട് ഗോളാക്കിയില്ല അളിയൻ്റെ പിന്നെ ഡിബാലയുടെ കിക്ക്. മൊണ്ടിയേലിൻ്റെ അവസാനത്തെ കിക്കും കഴിഞ്ഞോടുകൂടി കിരീടമില്ലാത്ത രാജാവ് കിരീടമണിഞ്ഞു. എൻ്റെ അമ്മ. അപ്പം ഞാൻ ഈ മൊബൈലിലാണ് ആ സമയം കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലുസൈൽ സ്റ്റേഡിയത്തിൻ്റെ പുറത്തുള്ളത്, കാരണം പുറത്തിറങ്ങി വരുന്ന ആളുകളുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് നിൽക്കുക. ഞാൻ ജസ്റ്റ് എൻ്റെ കൂടെ നമ്മുടെ ഹരിയുണ്ട് ക്യാമറമാൻ, അതിൻ്റെ പുറത്ത് അങ്ങ് വീണു. ഇതാണ് കാരണം ഞാനിത് അവസാനത്തെ മൊണ്ടിയലിൻ്റെ കിക്ക് കാണുന്നില്ല. അപ്പോൾ ഹരി ഇങ്ങനെ ഹരി നീ കിക്ക് എങ്ങനെയാന്ന് പറഞ്ഞതാണ്. ഹരി ഭയങ്കര ക്രിസ്ത്യാനോ ഫാനാണ്. അപ്പോൾ ഇവനാണ് കടുത്ത അർജന്റീന വിരുദ്ധനും കൂടി ആയതുകൊണ്ടും ആ കിക്കാണ് കഴിഞ്ഞപ്പോൾ അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കി, എനിക്ക് മനസ്സിലായി കിക്ക് കയറിയെന്ന് മനസ്സിലായി. അവിടെ അങ്ങ് വീണു. ഒരു 5 മിനിറ്റ് അവിടെ കിടന്നു. ആ മെസ്സി വീണ അതേപോലെ തന്നെ. അയ്യോ, അതൊരു വല്ലാത്ത നിമിഷമല്ലേ. നമ്മൾ അത്രമേൽ ആഗ്രഹിക്കുന്ന, മനസ്സിൽ ആരാധിക്കുന്ന ഒരു താരം, അത് നമ്മൾ കൈവെള്ളയിൽ പോലെ ഒരു വേൾഡ് കപ്പ് വരുന്നു, അവിടെ അദ്ദേഹം വേൾഡ് കപ്പ് നേടുന്നു എന്നൊക്കെ ഉള്ളത് വല്ലാത്തൊരു നിമിഷമല്ലേ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ലൈവൊക്കെ ഇവിടുന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ലൈവിൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നു, വാക്കുകളില്ലാത്തൊരവസ്ഥയായിരുന്നു, വലിയ അവസ്ഥയായിരുന്നു. പിന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി, എല്ലാവരുടെയും ഭയങ്കര ആവേശം. അന്നത്തെ രാത്രി ആരും ഉറങ്ങിയിട്ടില്ല, ദോഹയിൽ തന്നെ ആരും ഉറങ്ങിയിട്ടില്ല അന്നത്തെ രാത്രി. കാരണം ആഘോഷമല്ലേ, ആരവങ്ങളല്ലേ ഫുള്ള്. രാവിലെയാണ് എല്ലാവരും ഉറങ്ങിയത്. ഞാൻ എസ്പെഷ്യലി ഞങ്ങൾ റിപ്പോർട്ടൊക്കെ അന്നത്തെ ആ റിപ്പോർട്ടൊക്കെ അടിച്ചു കഴിഞ്ഞ് ഒരു 8-9 മണിയോട് കൂടിയാണ് കിടന്ന് അന്നത്തെ രാത്രി കഴിഞ്ഞത്. അതായത് 1998 സേഫൊക്കെ 1998 കാണാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫലം നിങ്ങൾ തന്നെ കണ്ടത് 2022 അതെ. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഒരു വേൾഡ് കപ്പ് 2026 വരുമ്പോഴുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? 2026 വരുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. ഒന്നാമത്തെ കാര്യം, പിന്നെ ലയണൽ മെസ്സി ആ ടീമിലുണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് താരങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഹൂലിയൻ അൽവാരസ് ഇന്ന് ഇന്റർനാഷണൽ ഫുട്ബോളിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലെയർ തന്നെയാണ് ഹൂലിയൻ അൽവാരസ്. നമ്മൾ മെസ്സി അവിടെ ഉണ്ടായത് കൊണ്ട് അയാൾക്ക് കൂടുതൽ ടൈം കൊടുക്കുന്നില്ല, സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളൂ. അയാൾ ഗംഭീര ഫിനിഷറാണ്, അയാൾ ഗംഭീര പ്ലേ മേക്കറാണ്. ഒപ്പം തന്നെ അതേ സ്പീഡിൽ പിറകിലോട്ട് ഇറങ്ങിയിട്ട് ബോള് പിടിച്ചെടുക്കാനും ഒക്കെ കഴിവുള്ള ഗംഭീര പ്ലെയർ എൻസോ ഫെർണാണ്ടസ് ഇന്ന് പിന്നെ വർത്തമാനകാല ഫുട്ബോളിലെ ഗംഭീര മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ്. മെക്കാലിസ്റ്റർ, ഇവരൊക്കെ ഈ വളരെ ടൈറ്റായി EPL-ലേക്ക് മത്സരങ്ങൾ കടന്ന് വരുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഈ 2022 ലോകകപ്പ് നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്ന് വെച്ചാൽ യോഗ്യതാ റൗണ്ട് പോലും കളിക്കാത്ത കുറേ പിള്ളേരെ വെച്ചിട്ടാണ് മെസ്സി വേൾഡ് കപ്പ് ചൂടിയതെന്ന്. ആ പിള്ളേരൊക്കെ ഒന്ന് ഒരു വലിയ അനുഭവ സമ്പത്തുമായിട്ട് വരികയാണ്. ഒരു വേൾഡ് കപ്പും നേടി അതിൻ്റെ ഇടയിൽ 4 വർഷം ലോകത്തിലെ മുൻനിര ക്ലബ്ബുകൾക്ക് കളിച്ച ആ ക്ലബ്ബുകൾക്ക് ഗംഭീര പെർഫോമൻസ് നടത്തി കുറേ കൂടി പക്വതയും പാകതയും വന്ന് നെക്സ്റ്റ് വേൾഡ് കപ്പിന് എത്താണ്. അപ്പോൾ നമ്മൾ അവരെ ഒരു തരത്തിലും ചെറുതാക്കി കാണരുത്. എന്ന് വെച്ചാൽ മെസ്സി ഒരു പക്ഷേ കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ കണ്ടതുപോലെ ഫോമിൽ കളിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഈ പഴയ പിള്ളേർ സെറ്റൊക്കെ അതിഗംഭീര ഫോമിലേക്ക് വന്നൊരു വേൾഡ് കപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇക്കുറിയും
അർജന്റീന ജയിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. അർജന്റീന കപ്പ് നിലനിർത്തും, തുടർഭരണം ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഓഫ് കോഴ്സ് സ്പെയിൻ നല്ല ടീമാണ്, ഫ്രാൻസ് ടീമാണ്, പോർച്ചുഗൽ ഗംഭീര ടീമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഇത്തവണ കിരീടം ചൂടട്ടെ, അയാൾക്ക് ആദ്യമായി ഒരു കപ്പ് നേടട്ടെ എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ പോലും അർജന്റീന തന്നെ കിരീടം നിലനിർത്താൻ സാധ്യതയുണ്ട് എന്ന്. അർജന്റീനയുടെ കൂടെ ആര് ഫൈനലിൽ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതാ ഫോർമാറ്റ് നോക്കിയിട്ട് വേണം. ഞാൻ ആ അർത്ഥത്തിൽ ടീമുകളുടെ ഒരു യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ കണ്ടിട്ടില്ല. പക്ഷെ അർജന്റീന എന്തായാലും സെമി വരെ കൂളായിട്ട് മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ലയണൽ മെസ്സി ഒട്ടും ഫോം ഔട്ടല്ല. കാരണം അയാൾക്ക് അത്രമേൽ ആശ്രയിക്കാവുന്ന, ഡിപ്പെൻഡ് ചെയ്യാവുന്ന, അയാൾക്ക് അത്രമേൽ വിശ്വസിക്കാവുന്ന ആ ടീം അയാളുടെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഒട്ടും പ്രഷറില്ലാതെ വളരെ കൂളായി കളിക്കാൻ പറ്റും. ഒപ്പം ഞാൻ ഈ പറഞ്ഞ ടീമുകളൊക്കെ ഭയങ്കര പക്വതയും പാകതയും കൂടി ഒരു വാർത്തെടുത്ത് വന്ന ഒരു വേൾഡ് കപ്പും കൂടിയാണ്. അതുകൊണ്ട് ആ ടീമിന് തന്നെ കൂടുതൽ സാധ്യതകൾ കാണുന്നത്. അപ്പോൾ അർജന്റീന ഇപ്രാവശ്യം തൂക്കുന്നുള്ളതാണ്. ഇപ്രാവശ്യം അർജന്റീന തൂക്കും, നോ ഡൗട്ട്. നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും. പക്ഷേ സൈഫുക്ക ഇനിയും നമ്മുടെ കൂടെ വേൾഡ് കപ്പ് ചർച്ചകൾക്ക് ഉണ്ടാവാം. നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ചോദിച്ചറിയാം സൈഫുക്കാൻ്റെ അടുത്ത്. അപ്പോൾ അർജന്റീന തുടർഭരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് സൈഫുക്ക, അയാളല്ലാതെ മറ്റാരെന്നുള്ളത്. പക്ഷെ വേറൊന്നും ആലോചിക്കണം, 1992 ശേഷം ഫിഫ നമ്പർ 1 ആയ ഒരു ടീം പോലും ചാമ്പ്യൻസ് ആയിട്ടില്ല. 2002 ബ്രസീൽ അടിക്കുമ്പോഴും അവരല്ലായിരുന്നു അന്ന് ഫിഫ നമ്പർ 1. എനിക്ക് തോന്നുന്നു ഫ്രാൻസ് ആണെന്നുള്ളതാണ്. അപ്പൊ ആ ഒരു 98 ബ്രസീലായിരുന്നു റണ്ണേഴ്സ് അപ്പ്. ബ്രസീലായിരുന്നു റണ്ണേഴ്സ് അപ്പ്. ബ്രസീലായിരുന്നു അന്ന് ഫിഫ നമ്പർ 1 ബ്രസീൽ നമ്പർ 1 ആയിരുന്നില്ല. ശരി. അപ്പൊ ആ ഒരു ശാപം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയും ലയണൽ ആൻഡ്രസ് മെസ്സിയുടെ കൂടെ അർജന്റീന വീണ്ടും ഒരു കപ്പ് പൊക്കും എന്നുള്ളത്. പക്ഷെ റൊണാൾഡോ ഫാൻസും അവിടെ കാത്തു നിൽക്കുകയാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടി. എന്തായാലും ആരടിച്ചാലും, നെയ്മർ ആവട്ടെ, റൊണാൾഡോ ആവട്ടെ, മെസ്സി ആവട്ടെ, ഒരു ഫുട്ബോൾ ഫാൻ എന്നുള്ള നിലക്ക് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാവും അത്.